കരയാത്ത യുവാവും ചിരിക്കാത്ത വൃദ്ധനും ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക അപജയത്തിന്റെ ലക്ഷണമാണ്. കരയാത്ത യുവാവും ചിരിക്കാത്ത വൃദ്ധനും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കരയണ്ടേ, ചിരിക്കണ്ടേ? വേണം. നിങ്ങളുടെ UP സ്കൂള് 7 വരെ എത്തുമ്പോൾ കുട്ടികൾ എന്തൊരു എനർജറ്റിക്കാ, എത്രയാ. ഞാൻ എല്ലാ വായനശാലയിലും പോയാൽ ഇഷ്യൂ രജിസ്റ്റർ നോക്കുമ്പോൾ കുട്ടികൾ എത്ര വന്നു, ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെന്ന് അന്വേഷിക്കും. UP വരെ ഇഷ്ടം പോലെ കുട്ടികൾ വായനശാലയ്ക്ക് ഒഴുകുന്നു. പക്ഷെ 8-ലെത്തുമ്പോഴേക്ക് അവന്റെ ഉള്ളിൽ ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ വായനശാലയിൽ പോവില്ല. ആര്? സംഭവം കൗമാരം തുടങ്ങിയാൽ 8ാം ക്ലാസ്സിൽ എത്തുന്ന പിള്ളേർ പിന്നെ വായനശാലയിൽ പോകില്ല. മൊബൈലിൽ നോക്കി വായിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. വായന ചില അപൂർവം ചില കുട്ടികൾ നന്നായി വായിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ വായിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ ചില കുട്ടികളെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. അത് വളരെ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷം മാത്രമാണ്. മഹാഭൂരിപക്ഷം കുട്ടികളും എന്തുകൊണ്ട് ഈ വായനയുടെ അന്വേഷണത്തിന്റെ പ്രക്രിയ തുടർന്നു പോകാൻ കഴിയുന്നില്ല? ഉത്തരം പറയുന്ന കുട്ടികൾ നമുക്ക് വേണ്ട. നമുക്ക് ഈ രാജ്യത്തിന് ആരാണ് വേണ്ടത്? ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാണ് വേണ്ടത്. ഉത്തരം പറയുന്ന കുട്ടികൾ ദക്ഷിണാമൂർത്തി സ്തവത്തിൽ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. മൗനത്തിലൂടെ ഗുരു വ്യാഖ്യാനിക്കുന്നു. സംശയമില്ലാത്ത കുട്ടികളുമായി ഇരുന്നിട്ടാണ് ഈ രാജ്യം തകർന്നത്. നളന്ദ, തക്ഷശില സർവകലാശാലകളിൽ നിന്ന് വന്ന് വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലത്ത് ഈ ഇന്ത്യയിൽ സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമില്ല ലോകത്ത്. അങ്ങനെ ഒരു വൻകരയുള്ളത് ലോകം അറിയില്ല. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് എത്ര നൂറ്റാണ്ട് മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. രാമായണവും മഹാഭാരതവും ഭാഗവതവും 18 പുരാണങ്ങളും ഉപനിഷത്തും എഴുതിയ നാട്. മെന്റലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും അത് ലാബറട്ടറിയിൽ ടെസ്റ്റ് ട്യൂബും പണലുപയോഗിച്ച് രാസത്വരക ശക്തി കണ്ടെത്തിയിട്ട് സ്റ്റെതസ്കോപ്പും മൈക്രോസ്കോപ്പും സ്കാനിങ് മെഷീനും എക്സ്റേയും ഒക്കെ ഉപയോഗിച്ചിട്ട് മോഡേൺ മെഡിസിൻ കണ്ടെത്തിയിട്ട് 100-200 കൊല്ലമായിട്ടുള്ളൂ. എന്നാൽ അതിനേക്കാൾ 1500 കൊല്ലം മുമ്പ് ഒരു സ്റ്റെതോസ്കോപ്പും ഇല്ല, ഒരു മൈക്രോസ്കോപ്പും ഇല്ല, ഒരു ലാബറട്ടറി ഇല്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും തൈലവും ഗുളികകളും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും എന്തൊരു ബുദ്ധിമാന്മാരായിരുന്നു. ആ ബുദ്ധി തുടർന്നോ? അന്ന് പോയ പോക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ത്യ ലോകത്തിന്റെ നമ്പർ 1 ആവണ്ടേ? നമ്പർ 1 പോയിട്ട് എത്രാമത്തെ പട്ടിണി റാങ്കിങ്ങിൽ 103-ാം സ്ഥാനത്ത്. എന്തേ? ഇതാണ് വിഷയം. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയില്ല. ഇത്രയും വലിയ ബുദ്ധിമാന്മാരുണ്ടായിട്ട് ഈ ഹാളിൽ ഇന്ത്യയെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു സാധനം കാട്ടി തന്നാട്ടെ. ഇന്ത്യയെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു സാധനമുണ്ട് ഇന്ത്യ ഹാളിൽ? ഈ മൈക്ക് ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, കണ്ണട ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, വാച്ച് ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, അച്ചടി ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, ബൾബ്, ഫാന്, നിങ്ങളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക്, ഞാൻ വന്ന കാറ്, നിങ്ങൾ വന്ന ട്രെയിന്, ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ചതാ. എന്ത് പറ്റി നമ്മുടെ രാജ്യത്തിന്? ഉത്തരങ്ങൾ മാത്രം പറയുന്ന കുട്ടികൾ ഉണ്ടായി, ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടായില്ല. ആരുടേതാ ചോദ്യം? ഇല്ലാത്തവൻ ഉള്ളവനോടാ ചോദിക്കണ്ടേ. ഉള്ളവൻ ഇല്ലാത്തവനോടല്ല, ഇല്ലാത്തവൻ ഉള്ളവനോട് ചോദിക്കണം. അറിവുള്ളവനാണ് അധ്യാപകൻ, അറിവില്ലാത്ത കുട്ടിയാ. അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? കുട്ടി. ഉത്തരം പറയേണ്ട ആരാ? അധ്യാപകൻ. പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷ്. ഉത്തരം പറയേണ്ട ആരാ? കുട്ടി. ഏത് ഉത്തരം മാഷ് കുട്ടി പറയുന്നത്? ഇയാൾ കൊടുത്തേൽപ്പിച്ച ഉത്തരം. കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്താൽ എന്തിനാവോ ഏതിനാവോ വാങ്ങും. എന്തിന്? ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ. എപ്പോ ചോദിക്കും? പരീക്ഷയ്ക്ക് ചോദിച്ചു, തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്താ പിന്നെ അവരെ കയ്യിലുണ്ടോ? 8 കഴിഞ്ഞ് 9-ലെത്തുമ്പോ 8-ലെ പോയി, 9 കഴിഞ്ഞ് 10-ലെത്തുമ്പോ 9-ലെ പോയി. നിങ്ങൾ കൊടുത്ത തിരിച്ചു വാങ്ങിയിട്ട് പോകാനല്ലല്ലോ. വരനാണ് ചോദ്യം, വധുവാണ് ഉത്തരം. ചോദ്യം പോയിട്ട് ഉത്തരത്തെ കൂട്ടിക്കൊണ്ടുവരണം. ചോദ്യം ചോദിക്കുന്ന കുട്ടികളുണ്ടാവട്ടെ. ചോദ്യം ചോദിക്കുമ്പോഴേക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ അധ്യാപകർക്ക്? നിങ്ങളുടെ ഉള്ളിലെ അധ്യാപകൻ മരിച്ചു. അധ്യാപകനാണ്. അധി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, വ്യാപകനാണ്, മുന്നോട്ട് നയിക്കുന്നവൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ്.
കൂടുതൽ കൂടുതൽ പ്ലസ് ആവണം കുട്ടികൾ. പ്ലസ് ആവുന്നവനാണ് മനുഷ്യൻ. പ്ലസ് ആവുന്നവനാ. പക്ഷിമൃഗാദികൾക്ക് പ്ലസ് ഇല്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 10-15 ലക്ഷം മുമ്പ് ആനകൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ആ ആനകൾ അന്നും ഉടുത്തിട്ടില്ല. തൃശ്ശൂർ പൂരത്തിന് 5 ലക്ഷം ആള് നോക്കി നിന്നിരിക്കുമ്പോ ഒരു കൊമ്പൻ ആനക്ക് ഒരു ട്രൗസർ ഉടുക്കണമെന്നോ ഒരു പിടിയാനക്ക് ഒരു പാവാട് ഉടുക്കണമെന്നോ ഇതുവരെ ചിന്തയുണ്ടായോ? ഇല്ല. അന്നും ഉടുത്തിട്ടില്ല, ഇന്നും ഉടുക്കുന്നില്ല, ഒരിക്കലും ഉടുക്കില്ല. ഒരു പ്ലസ്സും ഇല്ല. നമ്മൾ പ്ലസ് ആവണം. അതാ എ പ്ലസ്. ഇന്നലത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും ഉണ്ടാവണം. അതിന് വേണം. നമ്മുടെ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം നന്നായി. പക്ഷെ അതിനാനുപാതികമായി ബൗദ്ധിക സാഹചര്യങ്ങളുടെ വികാസം ഉണ്ടാവണം. സത്യാന്വേഷണമാണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പുതിയ ശാസ്ത്ര തത്വങ്ങളിലേക്ക് പോകണം. പക്ഷേ നമ്മുടെ കുട്ടികൾ വീണ്ടും അന്ധവിശ്വാസികളാവുന്നു. എല്ലാത്തിൻ്റെ കാലുമക്കെട്ട് കൈമന്നക്കെട്ട് കണ്ടില്ലേ? കാലുമക്കെട്ട് കൈമക്കെട്ട് വീണ്ടും വരിക മന്ത്രിച്ച് കെട്ടല്. ഇനിയിപ്പോ പ്രേതവും കൂടി തിരിച്ചു വന്നാൽ മതി. കരണ്ട് വന്നതോടുകൂടി ഈ പ്രേതല്ല ആകാശത്തൂടിയല്ലേ പോവുക. എല്ലാം ലൈന് തട്ടി ചത്തുപോയിരുന്നു. ഇപ്പൊ പ്രേതങ്ങൾ കുറവായിരുന്നു. ഇപ്പൊ ഇനി അതും കൂടി തിരിച്ചു വന്നാൽ മതി. നമ്മുടെ കുട്ടികൾ ശാസ്ത്രബോധത്തോടെ സത്യാന്വേഷണത്തിന്റെ മാർഗത്തിലേക്ക് പോകാൻ കഴിയണം. അവരുടെ പേരിന്റെ വാലായിട്ട് നായരും നമ്പ്യാരെല്ലാം വരിക. പുതിയത് ജാതി വാല് മുറിച്ചു മാറ്റിയ ഈ കേരളത്തിൽ ഇപ്പൊ കുട്ടികളുടെ പേര്, ഒരുത്തന്റെ പേര് ജസ്റ്റിൻ നമ്പ്യാർ. ജസ്റ്റിൻ എന്നത് ഹിന്ദുവിന്റെ പേര്. ജസ്റ്റിൻ എന്നവൻ പേരിട്ടു. പക്ഷെ വാല് നമ്പ്യാർ. ജാതിവാലുകൾ തിരിച്ചു വരുന്നു. ജാതിബോധവും മതബോധവും തിരിച്ചു വരുന്നു. ഇതിന്റെ ഇടനിലക്കാരായി ഒരിക്കലും അധ്യാപകർ മാറരുത്. നമ്മുടെ കുട്ടികൾ ശാസ്ത്രബോധത്തോടെ പുരോഗതിയിലേക്ക് മുന്നോട്ട് കുതിക്കാൻ നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. അവൻ മുന്നോട്ട് പോകട്ടെ, അവൻ മുന്നോട്ട് കുതിക്കട്ടെ. അതിന് പ്രൈമറി പ്രക്രിയകൾ നിങ്ങൾക്ക് വളർത്താൻ പറ്റണം. പ്രൈമറി പ്രക്രിയകൾ, അതാണല്ലോ പ്രൈമറി. പ്ര എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന്. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും പ്ര ഫസ്റ്റാ അല്ലേ? സംസ്കൃതത്തിലും പ്ര ഫസ്റ്റാണ്, ഇംഗ്ലീഷിലും പ്ര ഫസ്റ്റാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ 5 എന്നല്ലേ? പ്രപഞ്ചം, ആദ്യം ഉണ്ടായ 5 പഞ്ചഭൂതങ്ങൾ, അതാ പ്രപഞ്ചം. പ്രകൃതി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയത് എന്നാ. പ്രകൃതി, അതാ പ്രൈമറി. നിങ്ങൾ പ്രൈമറിയാണ്, അടിത്തറയാണ്, അസ്ഥിവാരമാണ്. ആ അസ്ഥിവാരം വളർത്തുമ്പോൾ ആ അസ്ഥിവാരത്തിൽ ചേരേണ്ട ഘടകങ്ങളെല്ലാം ചേരുന്നതുപോലെ ചേർക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ മാറുക. കുട്ടികൾ മാറാൻ നോക്കിയാൽ പോരാ. നിങ്ങളുടെ ക്ലസ്റ്റർ മീറ്റുകളിലും നിങ്ങളുടെ പരിശീലനങ്ങളിലും എന്തു പറയുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അതെന്തു പറഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബുദ്ധിയുണ്ടല്ലോ. സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കയ്യില് കറി സ്വാദ് കണക്കിനെ. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും ശാസ്ത്രീയമായ അർത്ഥം അറിയില്ല. സാമ്പാറും പച്ചടി ഓലനും വിളമ്പുന്ന കയ്യിലില്ലേ, തെക്കോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. തവിയില്ലേ, ആ തവിക്ക് ഇതുവരെ ഒരു കറീന്റെ ടേസ്റ്റ് മനസ്സിലായിട്ടില്ല. കേവലം നിർവികാരമായി വീട്ടിൽ നിന്ന് എടുത്തിട്ട് സ്കൂളിൽ കൊണ്ടേക്കുക, സ്കൂളിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടേക്കുന്ന അധ്യാപകരല്ല നമ്മൾ. ഓരോ ദിവസവും നവങ്ങളായ ഉന്മേഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അധ്യാപകരായി മാറി നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ ഭാരതത്തിന്റെ ഭാവിയിൽ കരുത്തുറ്റ വ്യക്തിത്വമുള്ള ഡൈനമിക്കായ ഇടപെടുന്ന കുട്ടികളാക്കി വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് ഈ സമ്മേളനം സമ്യക്കായ മേളനമാണിത്. സംഘടന സമ്യക്കായ ഘടനയാണിത്. ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടി who is the leader? A leader, one who knows the way, shows the way and goes the way. ഒരു ലീഡർ ആരാണ്? വഴി അറിയണം, ഏത് വഴിയാണ് പോകേണ്ടത്. ആ വഴി തൻ്റെ കൂട്ടാളികളെ ഷോസ് ദി വേ കാട്ടിക്കൊടുക്കണം. എന്നിട്ട് കൂടെ പോകണം. ചൂലും ചൂട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? ചൂല് അശ്രീകരം, ചൂട്ട് വെളിച്ചം തരുന്നു. ഓലച്ചൂട്ട് എന്താന്ന് പുതിയ കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ ചൂട്ടിന്റെ ലീഡർഷിപ്പ് ഉണ്ട്. ചൂട്ട് കെട്ടുന്നത് ചൂട്ടിലെ ഒരു കണ്ണി കൊണ്ടാണ്. അത് മറ്റു കണ്ണികളുടെ കൂടെ കത്തും. അടുപ്പിച്ച് നിർത്തുകയും ചെയ്യും, കൂടെ കത്തുകയും ചെയ്യും. അതാ ലീഡർഷിപ്പ്. അത്തരത്തിലുള്ള ലീഡർമാരായി ഈ സമ്മേളനത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഉച്ച സമയത്തും എന്നെ വൈകിയെത്തിയിട്ടും സംസാരിക്കാൻ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടും എന്നെ കേട്ടതിന് നിങ്ങളോടും നന്ദി അറിയിച്ചുകൊണ്ട് സമയം 1:15 2:15 നിർത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 1:90 അപ്പോൾ ഞാനിനി നീട്ടുന്നില്ല. ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞ് ഈ സമ്മേളനത്തിന് എല്ലാവിധ
ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നമസ്കാരം.